പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാംഗ്ലൂരിലെ ബാൽക്കണിയിൽ എങ്ങനെ ഗാർഡനിങ് ചെയ്യാമെന്നാണ്. ബാംഗ്ലൂരിലെ എല്ലാ മലയാളികൾക്കും ഒരാഗ്രഹമാണ്, ഒന്നിക്കലും ഒരു സെന്റ് ഭൂമി വാങ്ങിയിട്ട് കുറച്ച് ഗാർഡനിങ് ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ ഫ്ലാറ്റിൽ അപ്പാർട്ട്മെന്റ്സിലെല്ലാം താമസിക്കുന്നവർക്ക് ഒരു ചെറിയൊരു ബാൽക്കണി കിട്ടിയ കുറേ പ്ലാന്റ്സ് വളർത്തണം എന്നാണ്. ആ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഞാൻ. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ചെറിയ സ്പേസിൽ കുറച്ച് ഗാർഡനിങ്, കുറച്ച് മുളകോ ഇല്ലെങ്കിൽ ഇഞ്ചി, പുതിന, കൊരിയാണ്ടർ, ഇല്ലെങ്കിൽ അത്യാവശ്യത്തിന് വേണ്ട തക്കാളിയോ വെണ്ടയ്ക്കോ അങ്ങനത്തെ എന്തെങ്കിലും ഗാർഡനിങ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ തുടങ്ങിയത് ആമസോൺ വെച്ച് പിടിച്ചു. അവിടുന്ന് കുറച്ച് പൂച്ചട്ടികൾ, കുറച്ച് ചെട്ടികൾ വാങ്ങി. അപ്പം നാട്ടിൽ പോയ സമയത്ത് ഒരു ചാക്ക് മണ്ണ് കൊണ്ടുവന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഫെർട്ടിലൈസേഴ്സ് പറയുമ്പോൾ ഒരു ചാക്ക് കോഴിവളം, കുറച്ച് കടലപ്പിണ്ണാക്ക്, കുറച്ച് ചാണകപ്പൊടി, അങ്ങനെയെല്ലാം കൊണ്ടുവന്നു. പക്ഷെ അത് കാറിൽ കയറ്റി ഇവിടെ കൊണ്ടുവരുന്ന അവസ്ഥ നമുക്കേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കൊണ്ടുവന്നു. ഇവിടെ ഒരു ബാൽക്കണി നമ്മൾ സെറ്റാക്കി. എന്നിട്ട് പിന്നെ വിത്തുകൾ അത് ഞാൻ ആമസോണിൽ നിന്ന് കുറേ ഓർഡർ ചെയ്തായിരുന്നു. ആമസോണിൽ നമുക്ക് 45 വെറൈറ്റി സീഡ്സ് ഇങ്ങനെ പാക്കറ്റ്സിൽ കിട്ടാൻ പറ്റും. അപ്പം അത് ഞാൻ വെച്ച് ഓർഡർ ചെയ്തു. ഈ വിത്തൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ഓരോ ട്രേയിൽ, ആ ഒരു ചെറിയ കറുപ്പ് ചെറിയ നഴ്സറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നില്ലേ ട്രേസ്, അപ്പോൾ അതിൽ ഓരോരോ വിത്ത് ഇങ്ങനെ ഇട്ടിട്ട് ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ പച്ചമുളക്, അങ്ങനത്തെ ഇതിലെല്ലാം ഞാൻ പരീക്ഷിച്ചു. പക്ഷെ 1-2 ഇലകൾ വരും, അത് കഴിഞ്ഞാൽ ഡിം. അപ്പോൾ അതൊരു വലിയൊരു ചാലഞ്ചായിരുന്നു. അത് കുറച്ചൊരു നീളം വരുമ്പോഴത്തേക്ക് പിന്നെ അതിനെ വളർച്ച നിന്നു. പിന്നെ അതിൻ്റെ ഇടക്കാന്ന് നമുക്ക് കുറച്ച് മാസങ്ങൾക്ക് നാട്ടിലേക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ 2-3 വീക്സിനെല്ലാം പ്ലാന്റ്സിനെല്ലാം വെള്ളം കിട്ടുന്ന ആ ഒരു സംവിധാനങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ ചെയ്തു വെച്ചു. പ്ലാന്റ്സിന് ഒരു മാസം വരെ വെള്ളം കിട്ടേണ്ട ഒരു സംവിധാനം നമ്മൾ ഡു ഇറ്റ് യുവർ സെൽഫ് വീഡിയോസ് എല്ലാം നോക്കി നമ്മൾ ചെയ്തായിരുന്നു. പക്ഷെ ഒരു 4-5 മാസം അത് നിൽക്കില്ലല്ലോ. അപ്പം അധികം മാസങ്ങൾ നാട്ടിൽ നിന്നുകൊണ്ട് അതെല്ലാം ഉണങ്ങിപ്പോയി. അപ്പം വീണ്ടും ആദ്യം മുതൽ നമുക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ കൃഷിഭവനിൽ കുറച്ച് തൈകൾ കൊണ്ടുവന്നു. കുറച്ച് തക്കാളി തൈകളും കുറച്ച് വഴുതനങ്ങ തൈകളും പിന്നെ കാന്താരി മുളക്, സാദാ മുളക്, അങ്ങനത്തെല്ലാം കൊണ്ടുവന്നു. അപ്പം ഇപ്പം നട്ടത് നമുക്ക് കാണാം. ഇപ്പം നട്ടിട്ട് ഒരു 3 ആഴ്ച പ്രായമായി. നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒരു 1 വീക്ക് ഉണ്ടായിരുന്നല്ലോ. ഒരു 2 ആഴ്ച ആകുമ്പോഴത്തേക്ക് നമ്മൾ കടലപ്പിണ്ണാക്കിൻ്റെ ഒരു മിശ്രിതം, പിന്നെ ഈ ആഴ്ച നമ്മൾ കുറച്ച് കോഴിവളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ മുളക് കൃഷി. ഇത് വഴുതനങ്ങ, കുറേ വഴുതനങ്ങ നട്ടിട്ടുണ്ട്. നാട്ടിൽ പോയ സമയത്ത് പരീക്ഷിച്ചതാണ് ഈ പച്ച കളർ വഴുതനങ്ങ, നല്ല സക്സസ് ആയിരുന്നു. അപ്പോൾ അതേപോലെ ഇവിടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്താലോ എന്നുള്ളൊരു പ്ലാൻ. ഇതാണ് നമ്മളുടെ തക്കാളി ചെടി. അപ്പോൾ 1, 2, 3, 4 തക്കാളി ചെടി. തക്കാളിക്ക് നമ്മൾ ഇങ്ങനത്തെ ഒരു കോല് കുത്തി കൊടുത്തിട്ടുണ്ട് സപ്പോർട്ടിന്. ഇതിപ്പോൾ 3 ആഴ്ച പ്രായമായല്ലോ. വളമെല്ലാം ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ല വളർച്ച വന്നിട്ടുണ്ട്. കൊപ്ര പിണ്ണാക്ക് ബെസ്റ്റാണ്. അതൊന്ന് കുറച്ചൊന്ന് കലക്കിയിട്ട് ഉപയോഗിച്ചാൽ ഷടാന്ന് വളരും. ഈ ചെടി എൻ്റെ ഒപ്പീനിയനിൽ ക്യാബേജ് ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ എന്താണെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ അറിയുന്ന ആൾക്കാർ കമൻറ്റ് ഇടും, ഇത് കോളിഫ്ലവർ ആണോ ക്യാബേജ് ആണോ. ഇത് ഇടവിള കൃഷിയാണ്. 2 കോളിഫ്ലവർ ഇല്ലെങ്കിൽ ക്യാബേജ്, അതെന്താണോ കമൻറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടക്ക് ഒരു മുളക് കൃഷി. ഇങ്ങനത്തെ വലിയ ചട്ടികളിൽ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണിത്. നാട്ടിൽ നിന്ന് നമ്മൾ കരിവേപ്പിലയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 15 ചട്ടികളിലാണ് കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് എങ്ങനെയാണ്, പൂവിടുന്നതും കായ് വരുന്നതും അതിലും അടുത്ത വീഡിയോസിലായിട്ട് കാണാം. Till then, stay tuned.